മലയാളിയാണോ? മലയാളം അറിയോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ലേ? ശരി വരി, ഞാൻ വാങ്ങി തരട്ടെ? ചോറ് വാങ്ങി തരട്ടെ? വാങ്ങി തരട്ടെ. എന്താ ചോറ് വേണ്ടേ? കഴിക്കോ? എന്നാ വരി. കണ്ണ് കാണുന്നില്ല ആണോ? കാണുന്നില്ല. അതിൻ്റെ കാരണം കാലടി ആക്സിഡൻ്റാണ്. കാല് എന്ത് പറ്റി? ഗുരുവായൂരിലെ ആക്സിഡൻ്റാണ്. ഗുരുവായൂരിൽ ആക്സിഡൻ്റ് ആയതാണോ? അത് 8 കൊല്ലമായി. കണ്ണ് പുരാതെ കാരണം ധർമ്മടക്കണ്ട്. ബിരിയാണി എങ്ങനെ വെച്ചാ? ബിരിയാണി നല്ലാണോ? നല്ല ബിരിയാണി ആണോ? വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചാ? വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചാലോ? കുടിക്കാൻ ജ്യൂസ് വല്ലതും വേണം? ജ്യൂസ് കുടിക്കാൻ മതി. കുടിക്കാച്ചാ? ഉമ്മ ജ്യൂസ് ഉണ്ടമ്മ? 2 ജീരോ. എങ്ങനെയുണ്ടാ ബിരിയാണി? എന്താണോ? തരുമോ ആൾക്കാർ? ധർമ്മം നീ തരുമോ? എന്ത് വേണോ? എന്ത് വേണോ? ഇനി ഒരു ബിരിയാണിയും കൂടെ കഴിക്കുകയാണെങ്കിലേ 500 റുപ്യ വേണ്ടേ? 500 റുപ്യ. ഈ 500 റുപ്യ എടുക്ക അച്ഛന്. ഒരു ബിരിയാണി പറ്റില്ലേ? ഞാൻ അച്ഛനോട് എന്താ പറഞ്ഞേ? അച്ഛൻ കഴിക്കുകയാണെങ്കിൽ എത്ര തരാന്നാ പറഞ്ഞേ? 100 റുപ്യ തരാ പറഞ്ഞോ? എടുത്തു. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടേ? എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഒരു 100 റുപ്യ കൂടെ തരാം. ഒരു ജ്യൂസ് പറയാം. കുടിക്കാൻ പറ്റില്ല. പറ്റൂലേ? അച്ഛൊരു കാര്യം ചെയ്യും, ഈ പൈസ ഫുള്ളും എടുത്തു. എന്താ நீங்களே நல்லா இருந்தால் போதும். உங்கள் வாழ்த்து எனக்கு வயிறு நிறைஞ்சு சாப்பாடு கொடுத்து என்ன 100 രൂപ കാശും കൊടുത്ത് തരാൻ എനിക്ക് മതിയാണ്. അത് കുഴപ്പമില്ല. അച്ഛൻ ഇത് ഫുള്ളും എടുത്തു. ഒരു മോനെ പോലെ വിചാരിച്ചു എടുത്തു. പൈസ ഫുള്ളും എടുത്തു. എടുത്താച്ചാ സന്തോഷമായോ? സന്തോഷമായി. ആയതുകൊണ്ടല്ല, ഇതുപോലെ മക്കൾ ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് പാവപ്പെട്ട ആൾക്കാർ, വീട്ടിൽ നിന്ന് ഉപേക്ഷിച്ച ആൾക്കാരായിരിക്കും, അവർക്കിങ്ങനെ കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യം. കണ്ട് മറ്റുള്ളവർ പഠിക്കുകയാണെങ്കിൽ പഠിക്കട്ടെ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വയസ്സായ ആൾക്കാർ വരുമ്പോൾ ഞങ്ങളും കൊടുക്കണ്ട്. അതുപോലെ എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീടില്ല, ഈ മഴയും ഒക്കെ നനഞ്ഞ് ഇതായിട്ട് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. നല്ലൊരു കാര്യമാണ് ചെയ്തത്. അതുപോലെ പൈസ കയ്യിൽ. അയ്യോ അത് കുഴപ്പമില്ല, കയ്യിൽ വെച്ചു.